ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. സമാധാനമായി. കാരണം കുറെ കാലം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ്. മോഹൻലാലിന്റെ തിരിച്ചുവരവിനേക്കാളും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ജിത്തു ജോസഫിന്റെ മാജിക്. ജിത്തു ജോസഫ് ഹാറ്റ്സ് ഓഫ്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പുള്ളി പടം എടുത്തേക്കാണ്. ശരിക്കും കംബാക്ക് അല്ല, മോഹൻലാൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഒരു പെൺകുട്ടി എന്ന നിലയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടാലേ അത് കറക്റ്റായിട്ട് പിടികിട്ടുള്ളൂ. ഇവനെ കൈ കിട്ടിയാൽ പൊട്ടിക്കണം ഫീലാവില്ല. അത്ര ആ ലെവൽ ആക്ടിങ്. അതായത് മലൈക്കോട്ടെ വാലിബന് മുന്നേ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ്. അന്യായ പടം ഒന്ന് കാണണം. കോർട്ട് റൂമാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്ന സിനിമ കാണണം. കണ്ടാലേ അത് കറക്റ്റായിട്ട് പിടികിട്ടുള്ളൂ. മോഹൻലാലിന് അസാധ്യ പെർഫോമൻസ്. ജിത്തു ജോസഫിൻ്റെ മറ്റൊരു ദൃശ്യം ഒരു നല്ല സിനിമയാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിൽ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ഉറപ്പിച്ച് പറയാം. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഇമോഷണലി കണക്റ്റഡ് ആണ് സിനിമ. ഈ കറൻറ്റ് സിറ്റുവേഷൻ നമുക്കിപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നേര് പടം, ഗംഭീര പടം എന്ന് പറയാം. അതായത് ഇപ്പോൾ മോഹൻലാലിന്റെ തിരിച്ചുവരവിനേക്കാളും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ജിത്തു ജോസഫിന്റെ മാജിക്. അത് ഈ പടത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചലനമാണ് ഇനി തിയേറ്ററിൽ നേരുണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു മൂവിയാണ്. ലൈക്ക് ഒരു പെൺകുട്ടി എന്ന നിലയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് ഒരു മോറൽ വാല്യൂ ഉള്ള ഒരു മൂവിയാണ്. ആസ് ഇഫ് ജിത്തു ജോസഫിൻ്റെ മൂവീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടിട്ടുള്ളതിൽ നല്ലൊരു മൂവിയാണ്. മോഹൻലാൽ അഭിനയം ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ലൈക്ക് ഇമോഷണൽസ് ഒക്കെ കാണുമ്പോൾ ആളുടെ കണ്ണീര് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ജിത്തു ജോസഫ് ഹാറ്റ്സ് ഓഫ്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പുള്ളി പടം എടുത്തേക്കാണ്. ശരിക്കും ഒരു പക്ഷേ മോഹൻലാലിൻ്റെ ഒരു പേഴ്സണൽ ഇപ്പോൾ കരിയറിനെ പോലെ കണക്ട് ചെയ്യുന്ന പോലെ തോന്നും. കാരണം തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ഇനി കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു വക്കീൽ അയാൾ എങ്ങനെ, പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് അയാൾ ഈ കേസിലേക്ക് വരികയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചുവരവെന്ന് പറയാം. കാരണം കണ്ടിന്യൂസ് ഇപ്പോൾ 4 ഫ്ലോപ്പ് കണ്ടല്ലേ. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള 5ാമത്തെ ഹിറ്റ് പടമാണ് ഈ പടം. മലയാളത്തിൻ്റെ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ ആഫ്റ്റർ സീരീസ് ഓഫ് ഫ്ലോപ്പ് എനിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പടം കണ്ടിട്ട് സന്തോഷത്തോടെ വെരി ഹാപ്പിയോടെ പുറത്തിറങ്ങാൻ പറ്റുന്ന പെർഫോമൻസ് ഉണ്ട്. വെരി ഹാപ്പി. കിടിലൻ കംബാക്ക് അല്ല, മോഹൻലാൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അത് തന്നെ ഇപ്പോൾ തെളിയിച്ച് കാണിച്ചു. മോഹൻലാലിൻ്റെ മാത്രമല്ല അനശ്വരയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. സിദ്ദിഖ് പുള്ളി ഒരു നെഗറ്റീവുള്ള ക്യാരക്ടറാണ്. അവസാനം നമുക്ക് പറഞ്ഞാൽ ഇവനെ കൈ കിട്ടിയാൽ പൊട്ടിക്കണം എന്ന് ഫീലാവില്ല. അത്ര ആ ലെവൽ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. സ്ഥിരം പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ക്രൈം ത്രില്ലറാണ് സിനിമ. ത്രില്ലറാണ്, എൻഗേജിങ് ആണ്. കോടതി സീൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ പോലും നമുക്ക് ലാഗ് കാര്യങ്ങളൊന്നും തോന്നൂല. എൻഗേജ്ഡ് ആയിട്ടാണ് കൊണ്ടുപോയേക്കണം. ആ വാദിക്കണ സീനൊക്കെ അടിപൊളിയാണ്. പിന്നെ അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. അനശ്വരക്ക് നല്ല റോളാണ്. പിന്നെ നമ്മുടെ സിദ്ദിഖ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ്, പ്രിയാമണി ഇവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ ക്ലൈമാക്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു കോർട്ട് ഡ്രാമയാണ്. ഭയങ്കര ദൃശ്യ ടെസ്റ്റ് ഒന്നുമില്ല, അത് അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ അത് എൻഗേജിങ് ആയ രീതി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സീൻ പോലും ബോറടിക്കില്ല. കൈയടിക്കാനുള്ള 2-3 സീൻസൊക്കെ ഉണ്ട്. ഗുസ്മുസ് സീൻസ് ഉണ്ട്. BGM നൈസായിരുന്നു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് ഒരു 15 മിനിറ്റില്ല. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്. അതായത് മലൈക്കോട്ടെ വാലിബന് മുന്നേ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ്. കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു റോള് കാണുന്നത്. ഒരു പക്ക ഫാമിലി പടമാണ്. നിങ്ങൾ വലിയ സസ്പെൻസോ ത്രില്ലറോ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് കിട്ടിലുമായിട്ട് നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്.